ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ, നിങ്ങളെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചക്രാസ് ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന അവസ്ഥ. അതായത് ഈ പേഴ്സണ് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണ്, ആരാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അങ്ങനെ കുറേ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നില്ല. അതായത് ഈ പേഴ്സൺ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റേത് മാത്രമായിട്ടുള്ള നിലനിൽപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ച് തോന്നിക്കുന്നുണ്ടാകാം, ഈ വ്യക്തി എന്ത് സെൽഫിഷ് ആണ്, ഓക്കെ, എന്ത് സ്വന്തം കാര്യം മാത്രം നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ കുറിച്ച് ഒരു വിചാരവുമില്ല, അല്ലെങ്കിൽ എൻ്റെ മെസ്സേജിനും കോളുകൾക്കും റിപ്ലൈ തരുന്നില്ല, എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് റിയൂണിയൻ എന്ന് പറയുന്നത് ജസ്റ്റ് എപ്പോഴും ഇപ്പൊ റിയൂണിയൻ അവസാനിപ്പിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു മെസ്സേജോ കോളോ ചെയ്ത് ഐ ലവ് യു എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്രേക്കപ്പ് സിറ്റുവേഷനോ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, അങ്ങനെ സാധാരണ രീതിയിലുള്ള ഒരു റിയൂണിയൻ അല്ല ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിയൂണിയൻ ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് ഇനി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പിരിയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ദൃഢനിശ്ചയം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വാശി ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ ചിലപ്പോൾ മടുപ്പ് തോന്നിക്കുന്നുണ്ടാകാം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഈ വ്യക്തിക്ക്, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കൂടുന്നു, വീണ്ടും പിരിയുന്നു, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും തേർഡ് പാർട്ടീസ് കയറി വരുന്നു, വീണ്ടും ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാകുന്നു, വീണ്ടും നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എനിവേ ഈ പേഴ്സണ് പലതരത്തിലുള്ള കാര്യങ്ങളും പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു തേർഡ് ഐ ചക്ര എന്ന് പറയുന്ന കാർഡിലൂടെ ലഭിക്കുന്നത്. കാരണം ഇത്രയും കാലം ഈ പേഴ്സൺ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അത്രത്തോളം ബോധേഡ് അല്ലായിരുന്നു, അത്രത്തോളം ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പേഴ്സന്റെ നേർക്ക് വരുന്ന ഓരോ ആയുധവും, ഓക്കെ, അതായത് ഈ പേഴ്സന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ലവരാണോ, ഈ പേഴ്സന് നെഗറ്റീവ് വൈബ്രേഷൻസ് തരുന്നത് ആരാണ്, ഈ പേഴ്സണോട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരൊക്കെ നല്ലതാണോ എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പലതരത്തിലുള്ള ത്യാഗങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ത്യജിക്കുക എന്നുള്ളതാണ്, അല്ലെ, നമ്മൾ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സന് വേണ്ടപ്പെട്ട ഏതോ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അതായത് ചിലപ്പോൾ ഈ പേഴ്സന്റെ എക്സ് ഹസ്ബൻഡ് ആയിരിക്കാം, എക്സ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരായിട്ട് ഡിവോഴ്സിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ഡിവോഴ്സ് ആകാൻ ഈ പേഴ്സന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല.
ഡിവോഴ്സ് ആയാൽ മാത്രമേ നിങ്ങളായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പേഴ്സന്റെ മേ ബി മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏതെങ്കിലും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം. സോ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ വാക്കുകൾ ധിക്കരിച്ചാൽ മാത്രമേ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായി സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് തീർത്തും 100% ജെനുവിൻ ആണ്. അതായത് സത്യസന്ധമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. പക്ഷെ ഈ പേഴ്സണ് ചില സമയത്ത് ഇൻഡിസിഷൻ ആണ് കാണിക്കുന്നത്. അതായത് ചില സമയങ്ങളിൽ ഈ പേഴ്സണ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതായത് തേർഡ് പാർട്ടിയെ വിഷമിപ്പിക്കാനും ഈ വ്യക്തിക്ക് തയ്യാറല്ല, ഈ വ്യക്തിക്ക് പറ്റുന്നില്ലായിരുന്നു, എന്നാൽ നിങ്ങളെ കളയാനും പറ്റുന്നില്ല. ബട്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഒരു ചായ്വ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ. കാരണം പാഷൻ, ഇഗ്നൈറ്റഡ്, ടെംപ്റ്റേഷൻ ഒക്കെയാണ് വന്നിട്ടുള്ളത്. മൂവ്മെന്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മേ ബി നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകണം, ഇപ്പൊ കുറെ നാൾ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നിട്ടുണ്ടാകണം, അപേക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ സോറി പറഞ്ഞും അപേക്ഷിച്ചും ഒക്കെ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സൺ അതൊന്നും കൂട്ടാക്കാതെ മേ ബി തേർഡ് പാർട്ടി പറയുന്നതും കേട്ട് അവരുടെ കൺട്രോളിൽ പോയ ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. പക്ഷെ നൗ വാട്ട് ഹാപ്പൻ, നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുന്നത് നിർത്തിയപ്പോൾ, ഈ പേഴ്സണെ ചേസ് ചെയ്യുന്നത് നിർത്തിയപ്പോൾ തികച്ചും യാദൃശികമായിട്ടുള്ള രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യാണ്ട് ഇടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിർത്തണം, എനിക്ക് താല്പര്യമില്ല, ഐ എം സോറി, ഞാൻ ഇത് നിർത്തുകയാണ്, ഞാൻ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാണ് എന്നുള്ള രീതിയിൽ മേ ബി നിങ്ങൾ ഈ പേഴ്സൺ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളിലേക്കൊന്ന് കൺസേൺ ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് 100% ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ്. കാരണം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നുണ്ട്. ഈ പേഴ്സന്റെ അതായത് ഈ പേഴ്സൺ ആദ്യം ഒരു ഒറ്റ ബുദ്ധിയായിരുന്നു. ഒറ്റ ബുദ്ധി എന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ചിന്തിക്കുക, പ്രവർത്തിക്കുക. വേറെ അതിൻ്റെ മോശവശങ്ങളെ കുറിച്ചോ നല്ല വശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അതാണ് തികച്ചും ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ആ ഒരു തേർഡ് ഐ ചക്ര ഓപ്പൺ ആയതായിട്ടും ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചക്രാസ് ആക്ടിവേഷൻ ഒക്കെ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചിന്തകളിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ വിശ്വാസങ്ങളിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഈ പേഴ്സന് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സന്റെ സംസാര രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള അപ്രോച്ചിന്, കാരണം ആദ്യമൊക്കെ ചിലപ്പോൾ മേ ബി ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ഈ പേഴ്സന്റെ അടുത്തേക്ക് ചെല്ല് എന്നുള്ള രീതിയിലായിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ എന്നുള്ള രീതിയിലായിരിക്കണം ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ വേണം. അതാണ് ഇപ്പോൾ നേരെ തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ വേണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എനർജി ഇവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ റീഡിംഗ്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.